എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു എള്ളുണ്ടയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് എള്ളുണ്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് കറുത്ത എള്ള് നന്നായിട്ട് കഴുകി നമുക്ക് വറുത്തെടുക്കാം. കഴുകി വെയിലത്ത് ഉണക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഇത് വറുത്ത് കിട്ടും. പക്ഷെ ഞാനിത് ഡയറക്റ്റ് തന്നെ ചേർക്കുകയാണ്. ഉണക്കാതെ ചേർക്കുന്നത് കൊണ്ട് കുറച്ച് സമയം കൂടുതൽ വറക്കേണ്ടി വരും. ചെറിയ തീയിൽ വെച്ച് നമുക്ക് എള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എള്ളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എള്ളിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യവും കാൽഷ്യവും നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ശക്തി നൽകുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റുകയും നമുക്ക് നല്ല ഊർജവും നൽകുകയും ചെയ്യുന്നുണ്ട്. എള്ള് പൊട്ടി വരുന്നത് വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്കിത് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഞാനിതിലേക്ക് വെളുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കപ്പ് വെളുത്ത എള്ള് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചതാണ്. ഇതും ഞാൻ വെയിലത്ത് ഉണക്കാതെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. കറുത്ത എള്ള് മാത്രമായിട്ടോ വെളുത്ത എള്ള് മാത്രമായിട്ടോ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതും നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. എള്ളിലും ശർക്കരയിലും അടങ്ങിയിരിക്കുന്ന അയൺ നമ്മുടെ രക്താരോഗ്യത്തിന് നല്ലതാണ്. ഇനി നമ്മുടെ അടുത്തുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് നിലക്കടലയും 1/4 കപ്പ് വാൾനട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി 1 കപ്പ് തേങ്ങ കൂടി നമുക്ക് വറുത്തെടുക്കണം. തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്ക് ഇതും ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഇതിലേക്ക് 2 ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. ഏലക്ക പൊടി ചേർത്താലും മതി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. നല്ല പൊടിയാണ്ട് ആവശ്യമൊന്നുമില്ല. ഒരു തരിതരിപ്പായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അങ്ങനെ 2 ട്രിപ്പായിട്ട് ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ശർക്കര പാനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ ഈ പൊടിയെല്ലാം ചേർത്ത് നമുക്ക് ഒന്നും കൂടി ചൂടാക്കിയിട്ടും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതേപോലെ പൊടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ആവശ്യത്തിന് ശർക്കര പാനി ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ നമുക്ക് നെയ്യും കൂടി ചേർത്തെടുക്കാം. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എള്ള് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും തലമുടിയുടെ ആരോഗ്യത്തിനും രക്തശുദ്ധീകരണത്തിനൊക്കെ നല്ലതാണ്. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും. മധുരം കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ശർക്കരയുടെ അളവ് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഈ കർക്കിടകത്തിൽ നിങ്ങളും ഇതേപോലെ ഒന്ന് എള്ളുണ്ട തയ്യാറാക്കി നോക്കാം. അതേപോലെ തന്നെ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉലുവയുണ്ടയുടെ റെസിപ്പി കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഒന്ന് കണ്ട് 2 റെസിപ്പീസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയാനും മറക്കല്ലേ. കൂടുതൽ റെസിപ്പീസുക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്